വിദ്യാർത്ഥികളെ, 6ാം ക്ലാസ് ആനുവൽ ഇവാലുവേഷൻ സാമൂഹ്യശാസ്ത്രം സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബാങ്കുകളിലെ നിക്ഷേപങ്ങളെ അവയുടെ സ്വഭാവം അനുസരിച്ച് പലതായി തരംതിരിക്കാം. വിവിധ തരം നിക്ഷേപങ്ങളുടെ സവിശേഷതകളാണ് നൽകിയിരിക്കുന്നത്. അവയെ ശരിയായി ക്രമീകരിച്ച് ആശയപടം പൂർത്തിയാക്കുക. പലതരത്തിലുള്ള നിക്ഷേപങ്ങൾ തന്നിട്ടുണ്ട്. പ്രചലിത നിക്ഷേപങ്ങൾ, സമ്പാദ്യ നിക്ഷേപങ്ങൾ, ആവർത്തിത നിക്ഷേപങ്ങൾ, സ്ഥിര നിക്ഷേപങ്ങൾ. ഓരോന്നിനും ചേരുന്നത് പ്രചലിത നിക്ഷേപങ്ങൾക്ക് നിക്ഷേപങ്ങൾക്ക് പലിശയില്ല. അപ്പോൾ അവിടെ എഴുതേണ്ടത് നിക്ഷേപങ്ങൾക്ക് പലിശയില്ല എന്നാണ്. അടുത്ത് ബി, സമ്പാദ്യ നിക്ഷേപങ്ങൾ. എത്ര വേണമെങ്കിലും പണം നിക്ഷേപിക്കാം, കുറഞ്ഞ നിരക്കിൽ പലിശ ലഭിക്കുന്നു. ഇവിടെയാണ് അത് എഴുതേണ്ടത്. ഇനി മൂന്നാമത്തെ സി, ആവർത്തിത നിക്ഷേപങ്ങൾ. ആവർത്തിത നിക്ഷേപങ്ങളുടെ പ്രത്യേകത എന്താ? ഒരു പ്രത്യേക കാലയളവിലേക്ക് നിശ്ചിത തുക കൃത്യമായ ഇടവേളകളിൽ നിക്ഷേപിക്കുന്നു. അതാണ് ഇവിടെ വേണ്ടത്. ഡി, സ്ഥിര നിക്ഷേപങ്ങളുടെ പ്രത്യേകത ഒരു നിശ്ചിത കാലയളവിന് ശേഷം പലിശയോട് കൂടി പണം പിൻവലിക്കുന്നു. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി ബി ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? ഡി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. രണ്ടാമത്തത്, സവിശേഷമായ ഭൂപ്രകൃതിയും ചരിത്രവും സംസ്കാരവും ഉള്ള ഒരു ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ. തന്നിരിക്കുന്നവയിൽ ജപ്പാന്റെ ഭൂമിശാസ്ത്ര സവിശേഷതകളിൽ ശരിയായവ കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. ഇതിൽ ശരിയായ ഓപ്ഷൻസ്: ഓപ്ഷൻ 1 കുത്തനെ ഒഴുകുന്ന നദികൾ, ഓപ്ഷൻ 4 നിരന്തരം ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1ഉം 4ഉമാണ് ശരി. ഇനി ബി ക്വസ്റ്റ്യൻ, ജപ്പാന്റെ സാഹിത്യം, ഭക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തി പട്ടിക തയ്യാറാക്കുക. നോക്കൂ, ജപ്പാന്റെ സാഹിത്യം, ഭക്ഷണം, പരമ്പരാഗത ചരിത്രം വിവരിക്കുന്ന കൃതിയാണ് കുജിക്കി. ഇനി രണ്ടാമത്തത് വേറെ എന്താണ് ഇതിനകത്ത് പോയിന്റ് ആയിട്ട് എഴുതാവുന്ന? സാഹിത്യം, ചൈനീസ് എഴുത്ത് രീതിയെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ടുള്ള, അതായത് ലഘൂകരിച്ചുകൊണ്ടുള്ള ജപ്പനി ഭാഷയിലെ പുതിയ ലിപി രൂപപ്പെടുത്തി, പുതിയൊരു ലാംഗ്വേജ് രൂപപ്പെടുത്തി. ചൈനീസ് എഴുത്ത് രീതിയെ സിമ്പിളാക്കിക്കൊണ്ട് പുതിയൊരു ലിപി രൂപപ്പെടുത്തി. ഇനി അടുത്തത്, മുറാസാക്കി ഷിക്കുബു എഴുതിയ ജെൻജിയുടെ കഥ. ഇത് സാഹിത്യത്തിലാണ് വരുന്നത്. മുറാസാക്കി ഷിക്കുബു എഴുതിയ ജെൻജിയുടെ കഥ. അപ്പം ഇത്രയാണ് സാഹിത്യത്തിൽ വരേണ്ടത്. ഇനി ഭക്ഷണം, അരിയാണ് പ്രധാന ഭക്ഷണം. വേവിച്ച് കഴിച്ചിരുന്ന ഭക്ഷണത്തെ ഗോഹൻ എന്നാണ് വിളിച്ചിരുന്നത്. ഇനി അസംസ്കൃത മത്സ്യവിഭവമായ സുഷി പ്രസിദ്ധമാണ്. അപ്പോൾ സുഷിയും ഗോഹനും അങ്ങനെ എഴുതിയാലും മതി. വേവിച്ച് കഴിച്ചിരുന്ന ഭക്ഷണം ഗോഹൻ, പിന്നെ അസംസ്കൃത മത്സ്യവിഭവം സുഷി എന്ന് എഴുതുക. ഇത് രണ്ടാണ് പ്രധാന ഭക്ഷണങ്ങൾ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലുതും എഴുതപ്പെട്ടതുമായ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി, ഡോക്ടർ BR അംബേദ്കർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. ബി ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സവിശേഷതകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതെല്ലാം അടിസ്ഥാന ലക്ഷ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് എഴുതുക. 1, സവിശേഷത, തിരഞ്ഞെടുക്കുന്ന വ്യക്തി രാഷ്ട്രത്തലവൻ. ഇത് ഏത് അടിസ്ഥാന ലക്ഷ്യമാണ്? റിപ്പബ്ലിക്. അടുത്തത്, അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യനീതി ഉറപ്പാക്കുന്നു. സ്ഥിതി സമത്വം. മൂന്നാമത്തത്, രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. അടിസ്ഥാന ലക്ഷ്യം മതേതരത്വം. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല, മതേതരത്വം. ജനങ്ങൾ പരമാധികാരി, ജനാധിപത്യം. ഇത്രയാണ് അടിസ്ഥാന ലക്ഷ്യങ്ങൾ. ഇനി സി ക്വസ്റ്റ്യൻ, ഭരണഘടനാ വ്യവസ്ഥ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എന്താണ് ഭരണഘടനാ വ്യവസ്ഥ കൊണ്ട് അർത്ഥമാക്കുന്നത്? ഗവൺമെന്റിന്റെ അധികാരങ്ങളെ ഭരണഘടനാപരമായി പരിമിതപ്പെടുത്തുന്ന രാഷ്ട്രീയ ക്രമമാണ് ഭരണഘടനാ വ്യവസ്ഥ. ഗവൺമെന്റിന്റെ അധികാരങ്ങളെ ഭരണഘടനാപരമായി പരിമിതപ്പെടുത്തുന്ന രാഷ്ട്രീയ ക്രമമാണ് ഭരണഘടനാ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ചോദ്യങ്ങൾ എയും ബിയും ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. നമുക്ക് രണ്ടും ചെയ്ത് നോക്കാം. നാലാമത്തെ എ ക്വസ്റ്റ്യൻ, ഭൂഖണ്ഡങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ജലാശയങ്ങളാണ് സമുദ്രങ്ങൾ. നൽകിയിരിക്കുന്ന ഭൂപടത്തിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി സൂചനകൾക്കനുസരിച്ച് ഏതെങ്കിലും ഒരു സമുദ്രത്തിന്റെ വായനക്കാർഡ് തയ്യാറാക്കുക. ഇവിടെ പല സമുദ്രങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ആർട്ടിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം, ദക്ഷിണ സമുദ്രം.
ഇത്രയാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇന്ത്യൻ സമുദ്രം വേണമെങ്കിൽ ഇന്ത്യൻ സമുദ്രം എടുക്കാം, പസഫിക് വേണമെങ്കിൽ പസഫിക് എടുക്കാം, അറ്റ്ലാന്റിക് വേണമെങ്കിൽ അറ്റ്ലാന്റിക്. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി സമുദ്രത്തിൻ്റെ പേര് ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. പസഫിക് സമുദ്രം. പസഫിക് സമുദ്രം അതിർത്തി പങ്കിടുന്ന വൻകരകൾ ഏതൊക്കെയാണ്? പസഫിക് സമുദ്രം അതിർത്തി പങ്കിടുന്നത് ഏതൊക്കെയാണ്? ഇവിടെയുണ്ട്, ഇവിടെയുണ്ട് അല്ലേ? ഏഷ്യ, പിന്നെ ഏതാണ്? പസഫിക് സമുദ്രം ഏഷ്യ, ഓസ്ട്രേലിയ. ഏഷ്യ, ഓസ്ട്രേലിയ. അപ്പുറയോ തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക. നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും. അപ്പോൾ ഇത് ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഏഷ്യയുടെ ഇവിടെ പസഫിക് സമുദ്രം, ഏഷ്യയും ഓസ്ട്രേലിയയും. ഇനി ഏറ്റവും ആഴം കൂടിയ ഭാഗം എന്ന് പറയുന്നത് മരിയാന ട്രഞ്ചാണ്. ഏറ്റവും ആഴം കൂടിയ ഭാഗം എന്ന് പറയുന്നത് മരിയാന ട്രഞ്ച്. ഇനി മറ്റു സവിശേഷതകൾ എന്തൊക്കെയാണ്? മറ്റ് സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതും ആഴം കൂടിയതുമായ സമുദ്രമാണ്. ഏറ്റവും വലുതും ആഴം കൂടിയതുമായ സമുദ്രമാണ്. 1000-ലധികം ദ്വീപുകളുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ 1/3 ഭാഗവും ഈ സമുദ്രമാണ്. ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ 1/3 ഭാഗവും എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ 1/3 ഭാഗവും എന്താണ്? ഈ സമുദ്രം ആണ്. ഇനി സമുദ്രങ്ങളെക്കുറിച്ചുള്ള 4ാമത്തെ ബി ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ സമുദ്രങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സമുദ്രശാസ്ത്രം. സമുദ്ര പഠനം എങ്ങനെയെല്ലാമാണ് നമുക്ക് ഉപകാരപ്രദമാവുന്നത്? കുറിപ്പ് തയ്യാറാക്കുക. എങ്ങനെയൊക്കെയാണ്? നമുക്ക് സമുദ്രജലത്തിൻ്റെ സങ്കീർണമായ ചലനാത്മകത, കാലാവസ്ഥ വ്യതിയാനം, സമുദ്രജല മലിനീകരണം, ജൈവവിവിധ ശോഷണം, ഇങ്ങനെയൊക്കെ നമുക്ക് എന്താണ്? സമുദ്ര പഠനം. ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സമുദ്ര പഠനം നമുക്ക് ഉപകാരപ്രദമാവുകയാണ്. അപ്പോൾ ഇതൊക്കെ വച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഇനി സമുദ്ര സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന പ്ലക്കാർഡ് തയ്യാറാക്കുക. അതായത് എന്താണ്? നമ്മുടെ സമുദ്രങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ സമുദ്രങ്ങളെ മലിനപ്പെടുത്തരുത്. സമുദ്രങ്ങളെ മലിനപ്പെടുത്തിയാൽ നമ്മുടെ ഭൂമി തന്നെ ഇല്ലാതാകും. അതുപോലെ കാലാവസ്ഥ വ്യതിയാനം, പ്രകൃതി ദുരന്തങ്ങൾക്കും സമുദ്രത്തെ സമുദ്രത്തിന് എന്തെങ്കിലും ദോഷം വരുത്തുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാവും, നമ്മുടെ ഭൂമി തന്നെ ഇല്ലാതാവും. അപ്പോൾ നിങ്ങളൊരു പ്ലക്കാർഡ് അത് ബോധ്യപ്പെടുത്തുന്നു. സമുദ്ര സംരക്ഷണം നമുക്ക് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലക്കാർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഇനി 5ാമത്തെ ചോദ്യം, 5Aയും Bയും ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ. 5ാമത്തെ ക്വസ്റ്റ്യൻ, ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉത്തമമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം. താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ കണ്ടെത്തുക. രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് ജനസംഖ്യ, 2ാമത്തെ ഏതാണ്? ഭൂപ്രദേശം, 4ാമത്തെ പരമാധികാരം. അപ്പൊ ഇതിലേതൊക്കെയാണ്? ജനസംഖ്യ, ഭൂപ്രദേശം, പിന്നെന്താണ്? പരമാധികാരം. ഇതാണ് രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്ന. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ, രാഷ്ട്രത്തിന്റെ ഒരു ഘടകമായ പരമാധികാരത്തിന്റെ സവിശേഷതകൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ പരമാധികാരത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പരമാധികാരം ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിന്റെ പരമമായ അധികാരമാണ് പരമാധികാരം. അപ്പൊ എന്താണ് പരമാധികാരം എന്ന് എഴുതുക. ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിന്റെ പരമമായ അധികാരമാണ് പരമാധികാരം. രാഷ്ട്രത്തിന് മാത്രമുള്ള ഒരു സവിശേഷതയാണിത്. നിയമങ്ങൾ നിർമ്മിക്കുന്നതിനും രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും പരമാധികാരത്തിന്റെ ഭാഗമാണ്. രാഷ്ട്രം അതിന്റെ പരമാധികാരം വിനിയോഗിക്കുന്നതും കാത്തു സൂക്ഷിക്കുന്നതും ഗവൺമെന്റിലൂടെയാണ്. അപ്പോൾ പരമാധികാരത്തെക്കുറിച്ച് ഇതുപോലെ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ 5ാമത്തെ ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രാഷ്ട്രത്തിന്റെ നിയമങ്ങളും നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുന്നത് ഗവൺമെന്റിന്റെ വിവിധ ഘടകങ്ങളിലൂടെയാണ്. ഗവൺമെന്റിന്റെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നീതിന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു. നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നടപ്പിലാക്കുന്നു. കാര്യനിർവഹണ വിഭാഗം നിയമങ്ങൾ നടപ്പിലാക്കുന്നു. ഇതിലേതൊക്കെയാണ് ശരി? നീതിന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു. 1ാമത്തെ ശരിയാണ്. കാര്യനിർവഹണ വിഭാഗം നിയമങ്ങൾ നടപ്പിലാക്കുന്നു. ഓപ്ഷൻ ബി 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഗവൺമെന്റിന്റെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 1ഉം 3ഉമാണ്. ഇനി ബി ക്വസ്റ്റ്യൻ, രാഷ്ട്രവും ഗവൺമെന്റും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു വിശദമാക്കുക. അപ്പൊ രാഷ്ട്രവും
ഇതും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നോക്കുന്നത്. രാഷ്ട്രത്തിൽ ഭരണനിർവഹണം നടത്തുന്നത് ഗവൺമെൻറ്റാണ്. രാഷ്ട്രത്തിൽ ഭരണനിർവഹണം നടത്തുന്നത് ഗവൺമെൻറ്റാണ്. ജനങ്ങളും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ഗവൺമെൻറ്റാണ്. ജനങ്ങളും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഇല്ലാതെ ഒരു രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. ഗവൺമെൻറ് ഇല്ലാതെ ഒരു രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളും നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ വിവിധ ഘടകങ്ങളിലൂടെയാണ്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളും നയങ്ങളും പരിപാടികളും ഒക്കെ നടപ്പിലാക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ വിവിധ ഘടകങ്ങളിലൂടെയാണ്. അങ്ങനെ രാഷ്ട്രവും ഗവൺമെൻറ്റും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് അത് എഴുതേണ്ടത്. ഇപ്പോൾ രാഷ്ട്രവും ഗവൺമെൻറ്റും തമ്മിൽ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഈ രീതിയിൽ എഴുതുക. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഓരോ തിണയിലെയും ജനങ്ങളുടെ ജീവിത രീതിയും ഉപജീവനവും തിണകളുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കുന്നു. നോക്കുക, കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. തലക്കെട്ടുകൾ: കാടിനോട് ചേർന്നുള്ള പുൽമേടുകൾ സമൃദ്ധം, കന്നുകാലി വളർത്തൽ വ്യാപകം, കാടുകളും മലകളും സംരക്ഷിച്ച് വനവിഭവ ശേഖരണം, കടലിൽ ചാകര, തീരപ്രദേശത്ത് ആഘോഷം, വരണ്ട പ്രദേശങ്ങളിൽ കൊള്ളയും കവർച്ചയും വർദ്ധിക്കുന്നു, നെൽവയലുകളിൽ വിളവെടുപ്പ്, കൃഷിജീവിതം സമൃദ്ധം. അപ്പോൾ പത്രവാർത്തകളിലെ സാഹചര്യങ്ങൾ തിണകളിലെ ഭൂമിശാസ്ത്ര സവിശേഷതകളുമായി ബന്ധപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തിണങ്ങൾ: ഫസ്റ്റ് വൺ കുറിഞ്ചി, ഭൂമിശാസ്ത്രപരമായ സവിശേഷത കാട് മല, ഉപജീവന മാർഗം വനവിഭവ ശേഖരണം. അടുത്ത് മുല്ലൈ, ഭൂമിശാസ്ത്രമായ പ്രത്യേകത പുൽമേടുകളും കുറ്റിക്കാടുകളും, കന്നുകാലി മേക്കൽ. ഇനി അടുത്ത തിണ പാലൈ, ഭൂമിശാസ്ത്രമായ സവിശേഷത വരണ്ട പ്രദേശം, ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൊള്ളയും കവർച്ചയും. അടുത്തത് തിണ എന്ന് പറയുന്നത് മരുതം, മരുതമാണ് ഭൂമിശാസ്ത്രമായ പ്രത്യേകത വയൽ പ്രദേശമാണ്, ഉപജീവന മാർഗം കൃഷിയാണ്. അടുത്തത് നെയ്തൽ, നെയ്തലില് തീരപ്രദേശമാണ് ഭൂമിശാസ്ത്രപരമായ സവിശേഷത, മീൻപിടുത്തം, ഉപ്പു കുറുക്കൽ എന്നിവയാണ് ഇവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.